തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിച്ച മാത്രയിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഓടിയെത്തിയത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാകണം. കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഈ വചനം കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അമ്മയെക്കുറിച്ചാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തിൽ ശക്തനായ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഈ ദിനത്തിൽ ഒന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് ഈ തിരുവചനം ഉപയോഗിക്കാം. കാരണം ഒക്ടോബർ മാസം കൃപയുടെ മാസമാണ്, ജപമാല മാസമാണ്. ജപമാലകൾ കൈകളിലേന്തി ജപമാലകൾ ചൊല്ലി കൃപകൾ സ്വീകരിക്കുന്ന മാസം. ശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ ദർശിക്കുവാൻ കഴിയുന്ന വിധം പരിശുദ്ധ അമ്മ ഇടപെടുന്ന ദിനങ്ങളാണ് ഒക്ടോബർ മാസമെന്ന് കാണാനായിട്ട് സാധിക്കും. കാർഡിനൽ ന്യൂമാൻ്റെ വാക്കുകൾ മറിയത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നുണ്ട്. മറിയം അതിവിശിഷ്ടമായ സക്രാരിയാണ്, സ്വർഗീയ മന്ന ഉൾക്കൊള്ളുന്ന കുസ്തോതിയാണ്, ദൈവനിർമ്മിതമായ അരുളിക്കയാണ്, സത്യവചനം ജന്മം കൊണ്ടത് ഈ കന്യകയിലാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ജപമാല നമുക്ക് നൽകുന്ന കരുത്ത്, ആ ജപമാലയുടെ ലഭിക്കുന്ന സൗഖ്യം, അത് ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും മതിയാവുകയില്ല, ജീവിതം പോലും മതിയാവുകയില്ല എന്ന് വിശുദ്ധർ പോലും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ജപമാലകളിലൂടെ ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. ഒരിക്കൽ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ, അദ്ദേഹം വലിയൊരു വിശുദ്ധനായിരുന്നു, വലിയൊരു ജനക്കൂട്ടത്തോട് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഠിനപാപിയായ, മാനസാന്തരമില്ലാത്ത, ജീവിതം നശിപ്പിക്കണം, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ എത്തി. അവൻ ഓടി വന്ന് സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നിട്ട് വിശുദ്ധൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞ് ആക്രോശിച്ചു: ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ യേശുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് ഈ സുവിശേഷ പ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ പ്രഘോഷിച്ചിരുന്ന വിൻസെൻറ്റിനും വല്ലാത്ത വിഷമമായിപ്പോയി. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ ഉടനെ അതിന് മറുപടി കൊടുത്തു. കാരണം പരിശുദ്ധാത്മാവ് വിൻസെൻ്റ് ഫെററിനോട് പറഞ്ഞു, സംസാരിക്കുക. വിൻസെൻ്റ് ഫെറർ പറഞ്ഞു, യേശുക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കും, യേശുക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് വിൻസെൻ്റ് ഫെറർ ആ സുവിശേഷ പ്രഘോഷണം നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ കൈകളിലെ ജപമാലകൾ എടുക്കുക, എല്ലാവരും നിങ്ങളുടെ കൈകളിലെ ജപമാലകൾ എടുക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ജപമാലകൾ എടുത്തു. വിശ്വാസത്തോടെ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറഞ്ഞു, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഈ മകൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ജപമാലയിലെ കുരിശ് പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, അതിനുശേഷം കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞ് ഓരോ ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയും പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയും മാതാവ് ഫാത്തിമയിൽ ആ ആട്ടിടയരായ കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥന ജനം തീഷ്ണതയോടെ ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ജപമാല പ്രാർത്ഥന അങ്ങനെ പോകുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവീകമായ ഇടപെടലുണ്ടായി. സ്വർഗീയ സാന്നിധ്യം ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒഴുകിയിറങ്ങുന്ന ഒരു അനുഭവം. പെട്ടെന്ന് എല്ലാവരും കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയം കയ്യിൽ ഉണ്ണീശോയുമായിട്ട് ആ കൂട്ടായ്മയിൽ വന്ന് നിൽക്കുകയാണ്, ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. എല്ലാവരും നോക്കി, ആ പരിശുദ്ധ മറിയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയായ ഈശോ കരയുന്നതാണ് അവർ കാണുന്നത്. പെട്ടെന്ന് ആര് വിചാരിച്ചാലും, യേശുക്രിസ്തു വിചാരിച്ചാലും ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കും, ഞാൻ എടുത്ത തീരുമാനം മാറുകയില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ പെട്ടെന്ന് മുട്ടിന്മേൽ നിന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. ജപമാലയുടെ ശക്തി പ്രിയമുള്ളവരെ ആ മനുഷ്യനെ സഭയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കൊമ്പസാരിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച്
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാനും ഇവരുടെ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് സഹായിച്ചു. അതേ പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിന് മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം ജപമാല പ്രാർത്ഥനകളിലൂടെ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അസാധ്യമെന്ന് എല്ലാവരും വിചാരിക്കുന്ന ഇടങ്ങളിൽ സാധ്യതകൾ തീർക്കുവാൻ മറിയം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നതാണ് ജപമാല പ്രാർത്ഥനയെന്ന് കൂടി തിരിച്ചറിയണം. സഭയെ നയിച്ച വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ പാപ്പ സെക്കൻഡ് അദ്ദേഹം പറയുകയാണ്, എൻ്റെ സന്തോഷത്തിൻ്റെ വേളകളിലും പ്രയാസത്തിൻ്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും പ്രയാസത്തിൻ്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുകയാണ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ അതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഉത്കണ്ഠകളും വേദനകളും നൊമ്പരങ്ങളും ജപമാല മണികളിലൂടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയും ഒക്കെ ചേർത്ത് വെച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം അത് ലോകത്തിലെ ഒന്നിനും ആർക്കും നൽകാൻ പറ്റാത്ത ആശ്വാസമാണ്. അത് സ്വർഗം തരുന്ന ആശ്വാസമാണ്. പരിശുദ്ധ മറിയത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസമാണ്. വീണ്ടും പ്രിയമുള്ളവരെ, എത്രയോ ഭവനങ്ങളിൽ ജപമാല പ്രാർത്ഥനകളിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ ജപമാല പ്രാർത്ഥനയിലൂടെ മറിയത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്ന് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മറിയം മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? എന്നിട്ടും ജപമാല മണികൾ എടുക്കുവാൻ, ജപമാല കയ്യിൽ കൊണ്ട് നടക്കുവാൻ, ജപമാല പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് വല്ലാത്ത ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. പിശാചിനറിയാം, മറിയത്തിൽ നിന്ന്, ജപമാല പ്രാർത്ഥനയിൽ നിന്ന് ഒരു വിശ്വാസിയെ അടർത്തി മാറ്റിയാൽ എല്ലാ പാപത്തിൻ്റെ മ്ലേച്ഛതകളിലും ആ വ്യക്തിയെ കൊണ്ട് തകർക്കുവാനായിട്ട് സാധിക്കുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് മറിയത്തെക്കുറിച്ചും ജപമാല ഭക്തിയെക്കുറിച്ചുമൊക്കെ വികലമായ രീതിയിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ, അവൻ്റെ ബുദ്ധിയെ വികൃതമാക്കുവാൻ പിശാചിന്ന് തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് ജപമാല എന്ന് തിരിച്ചറിയണം. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്കറിയാവുന്ന ഒരു സംഭവമാണ്. ഞാനൊരു 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭവനം ആശീർവദിക്കുവാനായിട്ട് ഒരു സഹോദരി എന്നെ കൊണ്ടുപോയി. ആ സഹോദരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞ് വെഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്, ഡൈഫ്രോക്കെ വെച്ചാണ് കിടക്കുന്നത്. കാരണം എല്ലാ അസ്വസ്ഥതകളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അമ്മയ്ക്കും കട്ടിലിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ്. അമ്മ എന്നാലും ജപമാല ചൊല്ലും. അമ്മയ്ക്ക് വളരെ വിശ്വാസമാണ്. അങ്ങനെ ഞാൻ ആ വീടെല്ലാം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല, ജപമാല ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ പോയി ജപമാലയിൽ മാതാവ് ഇടപെടും, മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു, മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പ്രവർത്തിച്ച അത്ഭുതം ഈ കാലഘട്ടത്തിലും മറിയം ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജപമാലയോടുള്ള താല്പര്യം ഞാൻ ഈ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തു. അമ്മച്ചി അന്ന് മുതൽ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി. ഞാൻ അത് മറന്നുപോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഈ കുടുംബത്തെക്കുറിച്ചോ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോ അതൊന്നും എൻ്റെ മനസ്സുകളില്ലായിരുന്നു. എന്നാൽ ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി എന്നെ കാണാനായിട്ട് വന്നു. 2 വർഷമാകെ ഏകദേശം. ആ സഹോദരി പെട്ടെന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആശ്രമത്തിൽ വന്നിട്ട് അവർ വിചാരിച്ചു ബിനോയച്ചൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അവർ നിന്ന് ചോദിച്ചു, ബിനോയച്ചൻ ഇവിടെ ഉണ്ടോ? പെട്ടെന്ന് അവിടെ പാർലറിൽ നോക്കിയിരുന്ന അപ്പച്ചൻ പറഞ്ഞു, ആ അച്ഛനുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ സഹോദരി എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ സന്തോഷത്തോടെ ഈ സഹോദരി പറയാണ്, അമ്മ ഇപ്പോൾ ഊർജ്ജസ്വലതയോടെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അമ്മ ഇന്നും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ അന്ന് പറഞ്ഞതുപോലെ ഈ തിരി കത്തിച്ച് അമ്മ ഈ മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് മാതാവിനോടൊപ്പം ജപമാല ചൊല്ലും. ഈ ജപമാല പ്രാർത്ഥനയാണ് ഈ അമ്മയെ ആരോഗ്യമായ അവസ്ഥയിൽ ആത്മാവിനും ശരീരത്തിനും ബലം കൊടുത്ത് ആരോഗ്യാവസ്ഥയിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതം ഏതവസ്ഥയായിക്കൊള്ളട്ടെ, നീ ജപമാല മണികൾ എടുക്കുക. ജപമാല മണികളെടുത്ത് ജപമാല ധ്യാനിച്ച് ചൊല്ലുക. വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള സുഗമമായ പാത ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധർ പറയും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതത്തിൽ ഈ നന്മകളുണ്ടോ എന്ന് ഈ ദിനത്തിൽ ഓർക്കണം. പ്രിയമുള്ളവരെ, മേരി ഡിമോൺഫോർട്ട് അദ്ദേഹം പറയുകയാണ്, കാരണം
എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ജപമാല ചൊല്ലുന്ന വ്യക്തി ഒരു പാഷണ്ഡതയ്ക്കും അടിമപ്പെടുകയില്ല. ലോകത്തിൻ്റെ പാഷണ്ഡതകൾ, വിശ്വാസത്തിനെതിരായി, വിശുദ്ധിക്കെതിരായി, ആത്മാവിൻ്റെ രക്ഷയ്ക്കെതിരായി ലോകത്തിലുണ്ടാകുന്ന പാഷണ്ഡതകളെ തകർക്കണമെങ്കിൽ, ആ പാഷണ്ഡതകൾ നമ്മുടെ ജീവിതത്തെ തകർക്കാതിരിക്കണമെങ്കിൽ ജപമാല കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വിശ്വാസി തയ്യാറാകണം. വിശുദ്ധ ഡോൺ ബോസ്കോയും വിശുദ്ധ ഡൊമിനിക് സാവിയോയും ഒക്കെ വിശുദ്ധ ജപമാലയുടെ ശക്തി അനുഭവിച്ചവരാ. വിശുദ്ധരായി മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജപമാല ഭക്തിയിൽ വളർന്നിട്ടുണ്ട്. ഒരു ദിവസം 30ഉം 40ഉം ജപമാലകൾ ചൊല്ലുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇന്നും ഈ കാലഘട്ടത്തിൽ സെമിനാരികളിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അനേകം ജപമാലകൾ ചൊല്ലി മരിയ ഭക്തിയിൽ വളരുന്ന സെമിനാരി വിദ്യാർത്ഥികളെ കണ്ടുമുട്ടാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. തീഷ്ണതയാണ്. കാരണം ജപമാല ചൊല്ലി ഇരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ വിശുദ്ധി നിറയും. ഞാൻ ഒരു സെമിനാരിയൻ്റെ ഒരു സംഭവം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ വന്നതാണ്. 2-3 മാസം ആയതേ ഉള്ളൂ. എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലും. അഭിഷേകത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. വിശുദ്ധിയിലുള്ള ചിന്തകൾ അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. പിന്നെ അവനെപ്പോഴും നിത്യതയെക്കുറിച്ച് മാത്രമേ ഈ സെമിനാരി വിദ്യാർത്ഥിക്ക് സംസാരിക്കാനായിട്ടുള്ളൂ. അവനെപ്പോഴും തീഷ്ണതയോടെ, മാതാവ് കയ്യിലെപ്പോഴും ജപമാല കാണും. അവൻ്റെ കയ്യിൽ എപ്പോഴും കാണാവുന്നത് ജപമാലയാണ്. യാത്ര ചെയ്യുമ്പോഴും ജപമാല കാണും. അതുപോലെ വീട്ടിൽ ചെന്നാലും വെക്കേഷന് പോയാലും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സ്വഭാവം, കരങ്ങൾ വിരിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലുന്ന ഇവൻ്റെ ജീവിതശൈലി കണ്ടപ്പോൾ വീട്ടുകാർക്ക് പോലും അത്ഭുതമായി. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുകയാണ്, എനിക്ക് മാതാവിൻ്റെ ഭക്തിയിലൂടെയാണ്, ജപമാല പ്രാർത്ഥനയിലൂടെയാണ് വിശുദ്ധിയിലേക്കുള്ള ഒരു തീഷ്ണത വന്നത്. എന്നിട്ട് ഈ സെമിനാരി വിദ്യാർത്ഥി, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിപ്സാണ്. അവന് ഈ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്, നേത്രക്കായുടെ ചിപ്സ്. അപ്പോൾ ഈ ചിപ്സ് അവനൊരു കാരണം തീഷ്ണത, ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ ഏറ്റവും ആഗ്രഹമുള്ള ഈ ചിപ്സ് ഇനി ഒരിക്കലും ഞാൻ ഈ 1 വർഷത്തേക്ക് കഴിക്കില്ല. കാരണം ഈ ആഗ്രഹം ഞാൻ മറ്റുള്ളവരുടെ പാപത്തിൽ കഴിയുന്ന യുവതിയുവാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വിശുദ്ധി വളരണമെങ്കിൽ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ വിശുദ്ധി കടന്നു വരും. ഒരുപക്ഷെ നിൻ്റെ മക്കൾ ഇന്ന് അശുദ്ധിയുടെ ജീവിത വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നീ ജപമാലകളെടുത്ത് മുട്ടിന്മേൽ നിന്ന് നിൻ്റെ മക്കൾക്ക് വേണ്ടി മറിയത്തോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങ്. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം മറിയത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് അനുരൂപരാകുവാനും ക്രിസ്തുവിനെ അടുത്തറിയുവാനും നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുന്നുവെന്നാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്. അപ്പോൾ മറിയത്തോടൊപ്പം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ജപമാല പ്രാർത്ഥന എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. മറിയത്തോടൊപ്പം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മറിയത്തോടൊപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവുമായി വിശ്വാസിയെ ബന്ധിപ്പിക്കുന്ന മധുരമുള്ള ചങ്ങലയാണ് ജപമാലയെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ പൈശാചിക അന്ധകാര ശക്തികളെയും തകർക്കാൻ കഴിയുന്ന ഒരു ശക്തി ഈ ജപമാല പ്രാർത്ഥനയ്ക്കുണ്ട്. ഈ അന്ധകാര ശക്തികളിൽ അടിമപ്പെട്ട വ്യക്തി അവരുടെ കഴുത്തിൽ ജപമാല എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ തിന്മയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിശാചുകളെ ബന്ധിക്കുവാനും പിശാചിൻ്റെ ആവാസം ഉള്ള ശരീരത്തിൽ നിന്ന് ഈ വ്യക്തികളെ മോചിപ്പിക്കുവാനും ഈ പിശാചുകളെ ആട്ടിപ്പുറത്താക്കാനും വിശുദ്ധർ ജപമാല ഉപയോഗിച്ചിരുന്നതായി വിശുദ്ധരുടെ ജീവിത ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് നിൻ്റെ മക്കൾ ഏതെങ്കിലുമൊക്കെ പൈശാചിക സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ജപമാല ധരിപ്പിക്കുക. ആ ജപമാല പ്രാർത്ഥിച്ചിട്ട്, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അത് നല്ല വെഞ്ചരിച്ച്, വൈദ്യരെ കൊണ്ട് വെഞ്ചരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒരു ജപമാല എടുത്ത് നിൻ്റെ മക്കളെ ധരിപ്പിച്ചു നോക്കി, സ്നേഹത്തോടെ പറഞ്ഞ്, മക്കളെ നീ ഇത് ധരിക്കുക എന്ന് പറഞ്ഞ്, ഒരുപക്ഷെ ജപമാലയോട് താല്പര്യമില്ലെങ്കിൽ കൂടി നീ ആ ജപമാല മക്കളെ സ്നേഹത്തോടെ പറഞ്ഞ് ധരിപ്പിച്ചു നോക്കിയേ, ഈ മക്കൾ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കും. അവരുടെ സ്വഭാവത്തിന് മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ദൈവം തന്ന ശക്തമായ ആയുധങ്ങളെ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചകളും അസ്വസ്ഥതകളും വരുന്നത്. വാഴ്ത്തപ്പെട്ട അലൻ പറയുകയാണ്, പിശാചിൻ്റെ ആവാസമുണ്ടായിരുന്ന അനേകരെ അവരുടെ കഴുത്തിൽ ജപമാല ഇട്ടുകൊണ്ട് ഞാൻ വിമോചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. വിശുദ്ധനായ ആ വാഴ്ത്തപ്പെട്ട അലൻ പറയുക, കാരണം അനേകരെ ഞാൻ ഈ പിശാചിൻ്റെ ആവാസത്തിൽ നിന്ന് ജപമാലയിട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജപമാല ചൊല്ലുവാനും ജപമാല പ്രാർത്ഥിക്കുവാനും ജപമാല ധരിക്കുവാനും ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിച്ച് സ്നേഹിച്ച് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം.
വിശുദ്ധ മേരി ഡിമോൺഫോർട്ട് പറയുക, വിശുദ്ധ ലൂയി മേരി ഡിമോൺഫോർട്ട്, അദ്ദേഹം മരിയ ഭക്തനായിരുന്നു. മാതാവിനെക്കുറിച്ച് വളരെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ശാലോം പബ്ലിഷ് ചെയ്തു. ഒരു പുസ്തകം വിശുദ്ധ ലൂയി മേരി ഡിമോൺഫോർട്ടിൻ്റെ ഒരു പുസ്തകം നമ്മുടെ മിനിത്തട്ടിൽ വിവർത്തനം ചെയ്ത ഒരു പുസ്തകം, അത് വായിച്ചിട്ട് തന്നെ അനേകർ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചതായിട്ട് പറയുന്നുണ്ട്. അനേകർക്ക് ജപമാല ചൊല്ലാനായിട്ടുള്ള താല്പര്യം ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ വിശുദ്ധ മേരി ഡിമോൺഫോർട്ട് പറയുകയാണ്, ദൈവം തനിക്ക് പകരമായി മുഖ്യദൂതനെ ഗബ്രിയേലിനെ മറിയത്തെ അഭിവാദനം ചെയ്യാൻ അയച്ചപ്പോൾ അവിടുന്ന് മറിയത്തിന് നൽകിയ അതേ ആദരവാണ് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ നാം പരിശുദ്ധാത്മാവിന് നൽകുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം തനിക്ക് പകരമായി മുഖ്യദൂതനായ ഗബ്രിയേലിനെ മറിയത്തെ അഭിവാദനം ചെയ്യാൻ അയച്ചപ്പോൾ അവിടുന്ന് മറിയത്തിന് നൽകിയ അതേ ആദരവാണ് ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ പറയുന്നത്. അപ്പോൾ അമ്മയെ ആദരിക്കുമ്പോൾ, അമ്മയെ ബഹുമാനിക്കുമ്പോൾ, ഈ അമ്മയെ ബഹുമാനിക്കുന്നവരെ ദൈവം കടാക്ഷിക്കും, ദൈവം അനുഗ്രഹിക്കും. ഓരോ പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നവരെ നോക്കി സ്വർഗം അനേകം അനുഗ്രഹങ്ങൾ, കൃപകൾ വർഷിക്കും. കാരണം എന്താണ്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മയെ ബഹുമാനിക്കുന്നവന് അനുഗ്രഹം ഉണ്ടാകും. അവൻ്റെ ആയുസ്സിനും അവൻ്റെ പ്രവർത്തനങ്ങൾക്കും അവൻ്റെ നിലപാടുകൾക്കും ദൈവം അംഗീകരിച്ച് ദൈവം അവനെ സമ്പന്നനാക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കൂടെ ഉരുവിടുക. ജപമാല മണികളിലൂടെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെ അനുഗ്രഹമാക്കുവാനായിട്ട് പരിശ്രമിക്കുക. വിശുദ്ധ ജോൺ ബോസ്കോ പറയുക, ഞാൻ എൻ്റെ പതിവുകൾ എന്തെല്ലാം ഉപേക്ഷിച്ചാലും വിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും ഉപേക്ഷിക്കുകയില്ല. കാരണം എൻ്റെ പ്രവർത്തനം അതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം ഈ ഭൂമിക്ക് വേണ്ടി ജീവിച്ച് നശിച്ച് നരകത്തിൽ പോകാനുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാകുമ്പോൾ ദൈവം തന്ന ഈ വലിയ ആയുധം നമ്മൾ ഉപയോഗിക്കണം. ജപമാല എന്ന് പറയുന്നത് ഗോലിയാത്തുമാരെ തകർക്കാനായിട്ട് ദൈവം തന്ന ആയുധമാണ്. ദാവീദ് ഒരു കവണിയെടുത്ത് കല്ലെടുത്തിട്ട് ഈ ഗോലിയാത്തിനെ തകർത്തതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളെ തകർക്കാൻ വരുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാൻ, പൈശാചിക ശക്തികളെ തകർക്കുവാൻ, വിശ്വാസത്തെ തകർക്കുന്ന തിന്മയുടെ അന്ധകാര ശക്തികളെ തകർക്കുവാൻ, പ്രതിസന്ധികളെ തകർക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ശക്തമായ ആയുധമാണ് ജപമാല പ്രാർത്ഥന. ജപമാല എടുത്ത് ചൊല്ലണം. അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റും. 11-ാം പിയൂസ് പാപ്പ, വിശുദ്ധ മാർപ്പാപ്പമാരെല്ലാം മരിയ ഭക്തരായിരുന്നു. മാർപ്പാപ്പമാരെല്ലാം ജപമാലയെ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. സഭയിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അവരെല്ലാ വിശ്വാസികളോട് പറയും, കൂടുതൽ ജപമാലകൾ ചൊല്ലുക, ജപമാല മാസം ആചരിക്കുക. ജപമാല മാസം ആചരിച്ച് കൂടുതൽ ജപമാലകൾ ചൊല്ലി സഭയുടെ പ്രതിസന്ധികളിലൂടെ അതിനെ അതിജീവിച്ച മാർപ്പാപ്പമാർ അവരുടെ എല്ലാ എഴുത്തുകളിലും ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് മഹത്വീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. 11-ാം പിയൂസ് പാപ്പ പറയുകയാണ്, ആധുനിക ലോകത്തിലെ തിന്മകൾക്കെതിരെ പടപൊരുതുവാനുള്ള ദിവ്യ ആയുധമാണ് ജപമാല. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ എത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലകളിലെ തകർച്ച, അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലെ തകർച്ച, ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥകൾ, കടന്നു പോകുന്ന വഴികളിലൊക്കെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ്. മരണക്കെണികൾ നിറഞ്ഞ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ഈ തിന്മകളിൽ തകർന്നു പോകാതിരിക്കുവാൻ, ആത്മാവ് നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ദിവ്യ ആയുധമാണ്. അപ്പോൾ തിന്മകളുടെ നേരെ നമ്മൾ മുട്ടുമടക്കാതെ നമ്മൾ സ്വർഗത്തെ ധ്യാനിച്ച് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മറിയത്തോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. ജപമാല പ്രാർത്ഥന മറിയമാകുന്ന അഭയഗോപുരത്തിൽ കയറി ചെല്ലുവാനായിട്ട് സഹായിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ ചില അഭയനഗരങ്ങളെക്കുറിച്ച്. കാരണം ഒരു പാപി അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തിന്മകൾക്ക് ഒരു വ്യക്തി അടിമപ്പെട്ടു പോയി അതിനെ ഓർത്ത് അനുദപിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഏതെങ്കിലും ഈ അഭയനഗരങ്ങളിൽ ഓടിച്ചെന്നാൽ അവൻ്റെ ശത്രുക്കൾക്ക് ഇവനെ തൊടാനായിട്ട് പാടില്ല. ഇതൊരു നിയമമാണ്. അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും തിന്മ ചെയ്തു പോയി, ആ തിന്മ ഇനി അവൻ്റെ ശത്രുക്കൾ ഇവനെ തകർക്കുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ തിന്മ ചെയ്ത വ്യക്തി ഓടിച്ചെന്നിട്ട് ഈ അഭയനഗരത്തിൽ അഭയം തേടും. അവിടെ അഭയനഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ളവർ എന്ത് ചെയ്യണം? ഈ വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കണം. ഇവനെ ശത്രുക്കൾക്ക് പിടിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണാവുന്ന ഒരു സംഭവമാണിത്, അഭയനഗരം. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ
അന്ധകാര ശക്തികൾ നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് അഭയം ലഭിക്കുന്ന ഒരു അഭയഗോപുരമാണ് ജപമാല മണികളിലുള്ള പ്രാർത്ഥന. ജപമാലകൾ ചൊല്ലി 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 നമ്മൾ ഈ അഭയഗോപുരത്തിൽ മറിയത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോൾ മറിയം നമ്മളെ യേശുവിനോട് ചേർത്തണയ്ക്കും. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സംരക്ഷണവും യേശു തരുന്ന നിത്യരക്ഷയും സ്വീകരിക്കുവാൻ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദിനം പ്രതി ജപമാല ചൊല്ലുന്നവരെ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്ന ഈ പ്രസ്താവന ഞാൻ എൻ്റെ രക്തം കൊണ്ട് കുറിച്ചു വയ്ക്കുന്നുവെന്നാണ് വിശുദ്ധ ലൂയി ഡിമോൺഫോർട്ട് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ ഓരോ മേഖലയിലുമുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ക്രൈസ്തവ കുടുംബങ്ങളെ, രോഗികളെ, മുതിർന്നവരെ, യുവാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വാസത്തോടെ വീണ്ടും ജപമാല എടുക്കുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകളാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ളവരോടും ഈ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പറയുകയാണ്, നിങ്ങൾ ജപമാലകളെടുത്ത് ചൊല്ലിത്തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം മറിയം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരും. വിശുദ്ധ ബൊനവെഞ്ചർ, ഫ്രാൻസിസ് അസീസിയുടെ സഭയിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ബൊനവെഞ്ചർ പറയുകയാണ്, നാം പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ മാതാവ് നമ്മെ കൃപയാൽ അഭിവാദനം ചെയ്യുമെന്നറിയണം. നമ്മൾ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലി മാതാവിനെ അഭിവാദനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മറിയം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മളെ അഭിവാദനം ചെയ്യും. മാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ എലിസബത്ത് പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനായിട്ട് എനിക്ക് ഞാൻ എന്ത് ഭാഗ്യമാണ് ചെയ്തത്. കാരണം കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് മറിയം പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയിലും എലിസബത്ത് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഉരുടുമ്പോൾ അവിടെ മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭവം അവിടെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. എലിസബത്ത് മറിയത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി. ഈ കാലഘട്ടത്തിൽ നമ്മൾ മറിയത്തോടൊപ്പം ഈ ജപമാല മണികളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആത്മാവിൻ്റെ അഭിഷേകം കിട്ടുമെന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, ജപമാലകൾ കയ്യിലെടുക്കുക. ജപമാല ഭക്തി കാലക്രമേണ യേശുവിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ അറിവ് നൽകുമെന്ന് പറയുകയാണ്. വിശുദ്ധ അലൻ പറയുന്ന ചില കാര്യങ്ങൾ ഈ തിരുവചനത്തിൻ്റെ അവസാന ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നീ ജപമാല ചൊല്ലുമ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് കൂടി തിരിച്ചറിയണം. ഒന്ന്, ജപമാല ഭക്തി അത് നിന്നെ കാലക്രമേണ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് നിനക്ക് നൽകും. രണ്ടൊന്ന്, പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ട് അത് ആത്മാവിനെ ശുദ്ധീകരിക്കും. നിൻ്റെ ആത്മാവിലെ പാപക്കറകൾ കഴുകുവാനായിട്ട് ഈ ജപമാല പ്രാർത്ഥന സഹായിക്കും. ഞാൻ പറഞ്ഞ സെമിനാരി വിദ്യാർത്ഥിയുടെ ജീവിതം, അവൻ മുടങ്ങാതെ ജപമാലകൾ ചൊല്ലി 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 പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ, വിശുദ്ധി മാത്രം, എനിക്കിനി ഏത് നിമിഷം മരിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം വിശുദ്ധിയിൽ എനിക്ക് ജീവിച്ച് വിശുദ്ധിയിൽ മരിക്കണം, വിശുദ്ധനായി തീർന്ന് യേശുവിനോടൊപ്പം ഐക്യപ്പെടണമെന്നുള്ള ആഗ്രഹം ഈ ജപമാല പ്രാർത്ഥനയാണ് അവനെ സഹായിച്ചതെന്ന് അവൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. മൂന്നാമത്, സകല ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയം നൽകും ജപമാല പ്രാർത്ഥന. ജപമാലകൾ ചൊല്ലുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ശത്രുക്കളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപമാനവും അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ജപമാല ചൊല്ലിയാൽ മതി. അവിടെ സകല ശത്രുക്കളും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയം ലഭിക്കും. 4, പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിന് എളുപ്പമുള്ളതാക്കി തീർക്കുന്നു. എത്രയോ പുണ്യങ്ങളാണ്, ദൈവിക പുണ്യങ്ങൾ അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കാനും സ്നേഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിച്ച് ദൈവിക പുണ്യങ്ങളിൽ വളരണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ ദൈവിക പുണ്യങ്ങൾ നമ്മളിൽ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിരന്തരം ജപമാലകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. 5, കർത്താവിനോടുള്ള സ്നേഹത്താൽ ജപമാല പ്രാർത്ഥന നമ്മെ ജ്വലിപ്പിക്കും. അപ്പോൾ ഒരു വ്യക്തി മറിയത്തോടൊപ്പം ജപമാല ചൊല്ലുമ്പോൾ ആ വ്യക്തിയിൽ ഈശോയോടുള്ള സ്നേഹം ജ്വലിക്കും. മറിയത്തോടിലൂടെ ഈശോയിലേക്കാണ് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. മറിയം എപ്പോഴും ഈശോയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അവൻ പറയുന്നത് ചെയ്യുക. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിൻ്റെ അടുത്ത് വന്ന് വീഞ്ഞില്ല എന്ന് അവർ പറയുന്ന സമയത്ത് മറിയം മനസ്സിലാക്കി കഴിയുമ്പോൾ മറിയം അവരെ നേരെ ഈശോയുടെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. മറിയം എപ്പോഴും ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. തൻ്റെ അരികിലേക്ക് വരുന്നവരെ, തന്നോട് പ്രാർത്ഥിക്കുന്നവരെ, തൻ്റെ സഹായം തേടുന്നവരെ മറിയം ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും, അവർക്കിത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, മറിയം പറഞ്ഞാൽ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹാഗ്നി ജ്വാല നമ്മളിലും ജ്വലിക്കും. കൃപകളും പുണ്യങ്ങളാലും
നമ്മൾ സമ്പന്നരാക്കും. ദൈവകൃപകളും പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ നിലപാടുകളിലും ഉണ്ടാകണമെങ്കിൽ എല്ലാ ദിവസവും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല മുടക്കുമ്പോൾ നീ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവിക പുണ്യങ്ങളിൽ നിന്നും നീ അകന്നു പോകുന്നുണ്ടെന്ന് കൂടി തിരിച്ചറിയണം. ദൈവത്തോടും സഹജീവികളോടുമുള്ള സകല കടങ്ങൾ വീട്ടുന്നതിനും ആവശ്യമായതെല്ലാം അത് നമുക്ക് നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെയൊക്കെ ജീവിച്ചിരുന്നവർ ഈ ഭൂമി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച്. മറിയം എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പറയുകയാണ്, പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ജപമാലകൾ ചൊല്ലുക. മാനസാന്തരത്തിനായി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ജപമാല പ്രാർത്ഥനകളിൽ അഭയം തേടാം. ജപമാല പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ജീവിതത്തിലുടനീളം ദിവസവും മുടങ്ങാതെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മറിയത്തോടൊപ്പം രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ജപമാലയെ ഓർത്ത് നന്ദി പറയുന്നു. ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിച്ച് യേശുവിനോടൊപ്പം ഐക്യപ്പെട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനും തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിനടിമപ്പെടാതെ വിശുദ്ധമായ ജീവിതം നയിച്ച് നിത്യജീവനിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ സഹായിക്കുവാൻ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, മറിയത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ജപമാല പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. കുടുംബ പ്രാർത്ഥനകളിൽ ബോധ്യത്തോടുകൂടി ജപമാലകൾ ചൊല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.